അതുകൊണ്ട് തന്നെ പുഷ്പവതി ആരാണ്, നിങ്ങൾക്കെന്ത് യോഗ്യതയാണ് ഇതിവിടെ ഇരിക്കാനെന്നൊക്കെ ചോദിച്ച ചോദ്യം അത് കടുങ്കൈയായിപ്പോയി. അങ്ങനെ അദ്ദേഹം ചോദിക്കാൻ പാടില്ലായിരുന്നു. വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കാനായി മുതിർന്ന ലോക്സഭാംഗം കൊടിക്കുന്നിൽ സുരേഷ് നമ്മളോട് ചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം. വിശ്വവിഖ്യാതനായ ചലച്ചിത്ര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങേയറ്റം ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, സിനിമാ കോൺക്ലേവിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമയിൽ വരണമെങ്കിൽ പരിശീലനം നേടണം, അല്ലെങ്കിൽ പരിശീലനം കൊടുക്കണം, ബാക്കിയുള്ളവർക്കൊന്നും അത് വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം തീർച്ചയായും ദൗർഭാഗ്യകരമായി പോയി. അനവരസ്ഥതയിലുള്ളതാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു. അത് അദ്ദേഹം തിരുത്തുകയും അതോടൊപ്പം തന്നെ ക്ഷമാപണം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാവരും അടൂർ ഗോപാലകൃഷ്ണൻ്റെ പരാമർശം ശരിയായില്ല എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം പുനഃപരിശോധിച്ച് അതിന് അദ്ദേഹം തിരുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനേക്കാൾ വലിയ തരത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന എതിർത്ത ഗായിക പുഷ്പവതി, അത് നിരവധി പിന്നണി ഗായികയായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ചലച്ചിത്ര രംഗത്ത് തന്നെ. അപ്പോൾ അവർക്ക് എന്ത് യോഗ്യത, അവരാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാമർശം ദളിതർക്കെതിരെയും അതുപോലെ സ്ത്രീകൾക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായ പരാമർശം കേട്ടിരുന്നവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അപ്പോൾ തന്നെ അവർക്കത് പ്രതിഷേധിക്കണമെന്ന് തോന്നി. പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, അത് പ്രതിഷേധിക്കാനുള്ള അവകാശം പുഷ്പവതിക്കുണ്ട്. അങ്ങനെയാണ് പുഷ്പവതി പ്രതിഷേധിച്ചത്. അതിനെ പുഷ്പവതിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം തീർച്ചയായും അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ പുഷ്പവതി ആരാണ്, നിങ്ങൾക്കെന്ത് യോഗ്യതയാണ് ഇതിവിടെ ഇരിക്കാനെന്നൊക്കെ ചോദിച്ച ചോദ്യം അത് കടുങ്കൈയായിപ്പോയി. അങ്ങനെ അദ്ദേഹം ചോദിക്കാൻ പാടില്ലായിരുന്നു. പുഷ്പവതി അറിയപ്പെടുന്ന പിന്നണി ഗായികയാണ്. അതുപോലെ സാഹിത്യ അക്കാദമിയിൽ പ്രവർത്തിക്കുന്ന ഒരു വൈസ് പ്രസിഡൻ്റാണ്, ഒരു ഭാരവാഹിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അതൊരു വംശീയ അധിക്ഷേപമാണ് എന്ന് തോന്നിയപ്പോൾ അവർ പ്രതികരിച്ചു എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിനവരെ ചെളിവാരി എറിയാനും അവരെ അധിക്ഷേപിക്കാനും ഒക്കെ വീണ്ടും അദ്ദേഹം മുതിർന്നത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പിന്തുണ പുഷ്പവതിക്കൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. അതേസമയം പുഷ്പവതി അത് ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ അതിൽ എതിർപ്പറിയിച്ചത് തീർച്ചയായും അവർ അവസരത്തിനൊത്ത് ഉയർന്ന് ആ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ പുഷ്പവതിയോടൊപ്പമാണ് കേരളത്തിലെ മതേതര മനസ്സുള്ള, അല്ലെങ്കിൽ വംശീയത്തിനെതിരായി പോരാട്ടം നടത്തുന്ന എല്ലാവരും അവരോടൊപ്പമാണ്. ഈ കന്യാസ്ത്രീകളെ ഇതിനകം തന്നെ മർദ്ദിച്ച്, അതേപോലെ തന്നെ കന്യാസ്ത്രീകൾ കയ്യേറ്റം ചെയ്ത് ആദിവാസികളെ മർദ്ദിക്കുകയും ചെയ്തു. പക്ഷേ 12 ദിവസമായിട്ടും അവർക്കെതിരെ, ഈ ബജറംഗദൾക്കാർക്കെതിരെ കേസെടുത്തിട്ടില്ല. മാത്രമല്ല കേസെടുക്കാൻ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ബജറംഗദൾ അവർ നേതാവ് വെല്ലുവിളിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ബജറംഗദൾ അവിടെ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ഇപ്പോഴും ഭീഷണികൾ അവർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികളിലും പള്ളികളിൽ പോകുന്ന വിശ്വാസികൾക്ക് നേരെയുള്ള ഭീഷണികൾ അവരിപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ബജറംഗദളിനെ കയറൂരി വിട്ടിരിക്കുകയാണ് BJP. അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് അവർക്കെതിരായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജറംഗദളി നടത്തിയ അന്നത്തെ കന്യാസ്ത്രീമാരോടും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്ത്രീയോടുമൊക്കെ കാണിച്ച വളരെ ക്രൂരമായ സമീപനം, അടിക്കാൻ കൈയോങ്ങുന്നു, അടിക്കുന്നു, ഇതൊക്കെ തന്നെ തീർച്ചയായും നമ്മൾ വിഷ്വലിലൂടെ കണ്ടതാണ്. അതിൽ അവരുടെ പേരിൽ കേസെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് കന്യാസ്ത്രീമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, അതോടൊപ്പം തന്നെ ഈ അവരോടൊപ്പം വന്ന അവരെ നേരിട്ട് മർദ്ദിക്കുകയും ചെയ്ത ബജറംഗദൾ നേതാക്കളുടെയും പ്രവർത്തനം പേരിൽ കേസ് പോലും എടുത്തിട്ടില്ല. മാത്രവുമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഞങ്ങൾക്കെന്ന ഉറപ്പെന്താണ്, MP-മാർക്ക് എന്നുള്ള ഉറപ്പാണ്. ഈ കേസ് NIA-ക്ക് പോകേണ്ട കേസല്ല. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ചിട്ടല്ല ഈ കേസ് NIA-യിലേക്ക് പോയത്. അങ്ങനെ NIA-യിൽ പോകുന്ന കേസ് അത് ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തായിരുന്നാലും തീവ്രവാദമായിരുന്നാലും അത് ശരിയാണോ എന്ന് വിശദമായി പരിശോധന നടത്തിയിട്ട് മാത്രമേ അത് NIA-ക്ക് പോകാൻ പാടുള്ളൂ. അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൂടി അനുമതി വേണം. ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് NIA കോടതിയിൽ പോയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അത് എത്രയും പെട്ടെന്ന് ആ കേസ് സർക്കാർ പിൻവലിക്കേണ്ടതാണ്. പക്ഷേ
ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കേസെടുക്കുകയും വേണം. പക്ഷേ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണം. KCBCയും CBCI ഒക്കെ തന്നെ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്, കേസ് പിൻവലിക്കണമെന്നുള്ളതാണ്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിലെ BJP നേതാക്കന്മാർ ഒരു വശത്ത് ഇരയ്ക്കൊപ്പം മറ്റു വശത്ത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. അവരുടെ ഈ കള്ളക്കളി ശരിക്കും അവർ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ഘടകം കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടി ഉള്ള അഭിനയങ്ങൾ നടത്തുന്നു. അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ ആണ് ശ്രമിക്കുന്നത്, അവരാണത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഒരു അഭ്യാസം, രാഷ്ട്രീയ നാടകം, യഥാർത്ഥ രാഷ്ട്രീയ നാടകം കളിച്ചിരിക്കുന്നത് BJP ആണ്. അവരാണ് ഇത്. അപ്പോൾ അവർക്ക് കേരളത്തിൽ ഒരു നിലപാടും കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടുമാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി കന്യാസ്ത്രീകളുടെ ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുള്ള സമരം പാർലമെന്റ് കവാടത്തിൽ MP മാർ UDF MP മാർ തുടരുന്നുണ്ട്. അത് ഇനിയും തുടരുക? ഇനി ആ ധർണയുടെയൊക്കെ ഒരു ഭാവി എന്താ? ആ കേസ് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ കവാടത്തിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ BJP ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ ഒരു പാസ്റ്റർക്ക് നേരെ ക്രൂരമായ ആക്രമണം ഉണ്ടാകുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഒറീസയിലും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനോ ആശുപത്രികൾ നടത്തുവാനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല. മതപരിവർത്തനത്തിൻ്റെ ആക്ഷേപിച്ചുകൊണ്ടും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ആക്രമിച്ചുകൊണ്ടും അവരെ രഹസ്യമായും പരസ്യമായും ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഗൗരവമായി കേന്ദ്ര ഗവൺമെൻറ് കാണണം. അതുകൊണ്ട് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ, തീർച്ചയായും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഉറപ്പാക്കണം. അതുവരെ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. കന്യാസ്ത്രീകൾക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസ് പൂർണ്ണമായും പിൻവലിക്കണം. ബജറംഗദൾ അക്രമികളായ ബജറംഗദളിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അഭിപ്രായം. ഇതുകൂടാതെ ഇതുവരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇത് പിന്മാറണം, തെറ്റിത്തിരുത്തി പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ നിൽക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഹരി മുണ്ടൂറിനൊപ്പം D. ധനസുമോൾ, മീഡിയ 1, ഡൽഹി.